ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പേ ബാക്ക് എപ്പിസോഡ് 4 ആണേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ എപ്പിസോഡ് 3 എൻ്റെ സീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ജയ് പറയുന്നുണ്ട്, നിനക്ക് ഈ ലോകത്തൊന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല, അതിന് നീ തിരിച്ച് പേ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നിൻ്റെ മാനേജറിനെ ഞാൻ ഇന്ന് വഴക്ക് പറഞ്ഞതിനും കൂടെ ചേർത്തിട്ട് വേണം നീ എനിക്ക് പേ ചെയ്യാനെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, നീ എനിക്ക് പേ ചെയ്യാൻ റെഡിയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം സണ്ണ് പറയുകയാണ്, എൻ്റെ അടുത്ത് ഞാനല്ലാതെ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ലെന്ന് പറയാണ്. അത് കേൾക്കുന്നത് നമ്മുടെ സണ്ണിൻ്റെ അടുത്തോട്ടാണെങ്കിൽ ജയ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വന്നിട്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്നെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, നീ എന്നെക്കുറിച്ച് എന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ അടുത്തോട്ട് ക്ലോസ് ആയിട്ട് വന്നിട്ട് അവനെ അങ്ങ് ഫോഴ്സ്ഫുള്ളി കിസ് ചെയ്യുകയാണേ. അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ എപ്പിസോഡ് 3 എൻഡ് ആയത്. അപ്പോൾ അവനെ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ കിസ് ചെയ്യുന്നതൊക്കെ പാവം നമ്മുടെ സണ്ണ് കണ്ട ഒരു ഇമാജിനേഷൻ ആയിരുന്നു കേട്ടോ അതൊക്കെ. അപ്പം ആക്ച്വലി അങ്ങനെയൊന്നും നടന്നിട്ടൊന്നുമില്ല. അങ്ങനെ ജയ ആണെങ്കിൽ സണ്ണിൻ്റെ അടുത്തോട്ട് ക്ലോസ് ആയിട്ട് വന്നിട്ട് അവൻ്റെ ഐപാഡാണ് എടുക്കുന്നത്. ഐപാഡ് എടുത്തിട്ട് സണ്ണിൻ്റെ കയ്യിൽ കൊടുക്കുന്നുമുണ്ട്. എന്നിട്ട് കൊടുത്തിട്ട് പറയാണ്, അതിനകത്തൊരു 5 ഷോർട്ട് ഫിലിംസ് ഉണ്ട്, അത് 25 മിനിറ്റ് ഉള്ളതാണ്, അത് എല്ലാം നീ കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത സീനിൽ പുതിയൊരു ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അയാളാണെങ്കിൽ അവിടെ ഉള്ള ആ ഒരു ചെറുക്കൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ കണ്ടുപിടിച്ചോ അത് ആരാണെന്ന്, അവൻ്റെ പേരെന്താണെന്നും അവൻ എവിടെ നിന്നാണ് വന്നതെന്നും അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും എല്ലാം ചെക്ക് ചെയ്തെന്നും അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണ്. അപ്പോൾ അവൻ പറയാണ്, സാർ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ആൻസർ പറയാനാന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അയാൾ പറയുന്നുണ്ട്, അന്നെങ്കിൽ ആദ്യമേ അവൻ്റെ പേര് പറയാൻ പറയുന്നുണ്ട്. അപ്പം ആ ചെറുക്കൻ പറയാണ്, അത് അവൻ്റെ പേര് മിസ്റ്റർ സോങ് ബാത്ത് എന്നെങ്ങാണ്ടാന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നത്, സോങ് ബാത്തോ, ഇതെന്ത് പേരാന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറുക്കൻ പറയാണ്, സണ്ണിനെ പറ്റിയിട്ടുള്ള വേറെ ഡീറ്റെയിൽസ് ഒന്നും ആ ചെറുക്കൻ അറിയത്തില്ല എന്ന് പറയാണ്. അപ്പം അയാൾ പറയുന്നുണ്ട്, എന്നാലും അവൻ എങ്ങനെയായിരിക്കും എൻ്റെ ജയനെ അറിയാവുന്നതെന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ചോദിക്കുവാണ്, അവർ ശരിക്കും അത്രയും ക്ലോസ് ആണോ, അവൻ്റെ പ്രൈവറ്റ് റൂമിൽ വരെ ആ ചെറുക്കനെ കൊണ്ടുപോയേക്കുക, എന്നെപ്പോലും അങ്ങോട്ട് അവൻ കേട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ചെറുക്കൻ പറയാണ്, നിങ്ങളിതെല്ലാം മിസ്റ്റർ ജയുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയാണ്, ജയുടെ അടുത്ത് ചോദിക്കാനാണെങ്കിൽ പിന്നെ നിൻ്റെ അടുത്ത് എന്തിനാണ് ഞാൻ ഇതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിൻ്റെ ഒരു കണ്ണ് ആ ചെറുക്കൻ്റെ മേലുണ്ടായിരിക്കണമെന്നും അവൻ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ സണ്ണിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ജയ കൊടുത്ത ആ ഒരു മൂവീസ് എല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജയ വന്നിട്ട് നമ്മുടെ സണ്ണിനോട് ചോദിക്കുകയാണ്, ഇത് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നന്നായിട്ടുണ്ട്, കൊള്ളാമെന്ന് പറയുന്നുണ്ട്. അപ്പം ജയ ചോദിക്കുന്നുണ്ട്, നീ ഇതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, ഞാൻ ഫസ്റ്റ് വണ്ണും പിന്നെ 4th വണ്ണുമാണ് ചൂസ് ചെയ്യുന്നതെന്ന് പറയാണ്. അപ്പം ജയ പറയുന്നുണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ടർ സെയിം ആളാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഡ്രീം ഇനി സ്വന്തമായിട്ട് ഫിലിംസും മേക്ക് ചെയ്യാൻ പോവുകയെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സണ്ണ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ശരിക്കും ബിസിനസ്സെന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട്, ഒരുപാട് ബിസിനസ്സുണ്ട്, ഡ്രീം അല്ലാതെ ഞാൻ ഇവിടെയും ഒരു ഷെയർ ഹോൾഡറാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് സണ്ണ് ചോദിക്കുകയാണ് ജയോട്, നിങ്ങൾ എന്തിനാണ് എന്നോട് ശരിക്കും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, എന്തായാലും ഈ മൂവീസ് കാണാനൊന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതെ, എനിക്കെന്തായാലും ഒരാളെ വേണമായിരുന്നു, ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ. എന്നിട്ട് അവൻ പറയാണ്, എനിക്കറിയാം നീ ഇതിനു മുമ്പ് ഒരു ഡെപ്റ്റ് കളക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതുമാത്രമല്ല നിൻ്റെ അമ്മയും അനിയനും മരിച്ച കാര്യവും എനിക്കറിയാം, അതിനുശേഷം നീ ഒരു നല്ലൊരു ആളായിട്ട് മാറാൻ ശ്രമിക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാമെന്ന് പറയാം. എന്നിട്ട് അവൻ പറയാണ്, ഞാനൊരു ഡിറ്റക്റ്റീവിനെ വെച്ചായിരുന്നു നിന്നെപ്പറ്റി അറിയാനായിട്ട്, എനിക്കിപ്പോൾ നിന്നെപ്പറ്റി എല്ലാം അറിയാമെന്ന് പറയാണ് അവൻ. അതുപോലെ നീ സണ്ണിനെ ഡേറ്റ് ചെയ്തിരുന്ന കാര്യവും നിൻ്റെ പണമെല്ലാം എടുത്ത് അവൻ നിന്നെ ചതിച്ചിട്ട് പോയ കാര്യവും എല്ലാം എനിക്കറിയാമെന്ന് പറയാണ്. അവൻ പറയാണ്, എനിക്കറിയില്ല നീ എങ്ങനെയാണ് ഫക്കിനെ കൺവിൻസ് ചെയ്യുന്നതെന്ന്, നീ ശരിക്കും ഇമ്പ്രസീവാണ്. സോ നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നിനക്കൊരു ഗിഫ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഞാനതിപ്പോൾ കേൾപ്പിച്ച് തരാമെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ഐപാഡിൽ ഒരു വോയിസ് ഓണാക്കുവാണേ. ഈ ഓഡിയോ ക്ലിപ്പിൽ സണ്ണി നിന്നെപ്പറ്റി പറയുവാണെന്ന് ഇങ്ങനെ അവൻ പറയാണ്. അപ്പം അവനാണെങ്കിൽ അതിരുന്ന് കേൾക്കുന്നുമുണ്ട് സണ്ണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ക്യാരക്ടറാണെങ്കിൽ അവരുടെ ആ ഒരു ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ ചെവിയും കൊണ്ടിങ്ങനെ നിൽക്കുവാണ്, വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. പക്ഷേ അയാൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓഡിയോ ക്ലിപ്പെല്ലാം കേട്ട സണ്ണാണെങ്കിൽ ജയയുടെ അടുത്ത് ചോദിക്കുവാണ്, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്, അപ്പം അവരാണെങ്കിൽ ഇങ്ങനെ അവർക്കിഷ്ടമുള്ള ഓരോരുത്തരത്ത് ഇങ്ങനെയൊക്കെ പറയും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് എനിക്ക് ഈ സോഴ്സ് കിട്ടിയതെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഇവിടുത്തെ ഒരു ഷെയർ ഹോൾഡറാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഇനിയിപ്പം നിൻ്റെ റിവെഞ്ചൊക്കെ എങ്ങനെയാണ്, ബാക്കി അതിൻ്റെ അടുത്ത സ്റ്റെപ്പൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സണ്ണ് ചോദിക്കുവാണ്, ഞാനിനി എന്താ ചെയ്യേണ്ടത് ഡയറക്ടറിൻ്റെ അടുത്ത് എത്താൻ, അതേപോലെ എനിക്ക് ഡ്രീമിൻ്റെ നമ്പർ 1 ആക്ടർ ആവണമെന്ന് പറയുകയാണ്. എന്നിട്ട് ജയ് പറയുകയാണ്, ഫൈനലി അപ്പോൾ നീ സമ്മതിച്ചല്ലോ, നിനക്ക് ഡയറക്ടർ ആർത്തർ നിൻ്റെ ബാക്കർ ആവണമെന്ന് എന്നും പറഞ്ഞിട്ട് അവന് കുറേ സ്ക്രിപ്റ്റ് എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് നിൻ്റെ ഹോംവർക്കാണ്, നാളെ വരുമ്പോൾ നീ ഇതെല്ലാം ജസ്റ്റ് ഒരു ചുരുക്കം പോലെ എനിക്ക് കേൾപ്പിച്ച് തരണം എന്ന് പറയുന്നുണ്ട്.
എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും പുറത്താണെങ്കിൽ അയാൾ പറയുന്നുണ്ട്, ആരാണ് നീ മിസ്റ്റർ സോങ് പാത്ത് എന്നും പറഞ്ഞിട്ട് അവനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുകയാണ് അയാൾ. അപ്പോൾ സണ്ണ് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെല്ലാം ചെയ്ത ഡയറക്ടറിന് ആർത്തറിൻ്റെ അടുത്ത് എത്താൻ പറ്റുമോ എന്ന് ചോദിക്കണം. അപ്പോൾ അവൻ പറയാണ്, ഡയറക്ടറിന് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളെയാണ് ഇഷ്ടം, അപ്പോൾ നിനക്ക് അദ്ദേഹത്തെ ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നില്ല, നീ നന്നായിട്ട് കേൾക്കണമെന്ന് പറയാണ്. അടുത്ത സീനിൽ മാനേജർ ആണെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സ്കൈ കയറി വരുന്നത്. അപ്പോൾ സ്കൈ ആണെങ്കിൽ മാനേജർ ഇങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും മാനേജറിനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, ഇതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് അത് പിടിച്ച് മാറ്റിയിട്ട് അവൻ കൊണ്ടുവന്ന ഫുഡാണെങ്കിൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മാനേജർ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇന്നത്തെ ഈവനിങ്ങിലേക്ക് റെഡി അല്ലേ, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ആ ഞാൻ ഓക്കെ ആണ്, എല്ലാം സെറ്റാന്നൊക്കെ അവനും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മാനേജറാണെങ്കിൽ ഇങ്ങനെ ഫോണെടുത്ത് കാണിക്കുന്നുണ്ട്, നമ്മുടെ ഫക്കിനാണെങ്കിൽ അവൻ്റെ ഇൻസ്റ്റയിൽ നമ്മുടെ സണ്ണിൻ്റെ ഫോട്ടോസ് എല്ലാം പോസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മാനേജർ. അപ്പോഴാണ് നമ്മുടെ സണ്ണും അങ്ങോട്ടേക്ക് കയറിയത്. അപ്പോൾ സണ്ണിനും ആണെങ്കിൽ ഈ ഒരു ഫോട്ടോസ് എല്ലാം സ്കൈ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എക്സൈറ്റഡ് അല്ലേ, ഫക്കിനാണെങ്കിൽ അവൻ്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നത്, അവനാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ ഇതൊക്കെ മാത്രമേ അവൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് മാനേജർ പറയുന്നുണ്ട്, ഇവൻ്റെ ഫോട്ടോസൊക്കെ ശരിക്കും ഫക്കിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇവൻ്റെ ആ ഒരു ഫോട്ടോസിലൊക്കെ ഇവൻ്റെ ആ ഒരു കണ്ണിൽ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു, അത് ശരിക്കും ഫക്കിനൊക്കെ ഇഷ്ടപ്പെട്ടു, എനിക്കും അത് ഒരുപാട് ഇഷ്ടമായെന്നൊക്കെ പറയണം. എന്നിട്ട് മാനേജറാണെങ്കിൽ സണ്ണിന് ഒരു ക്യാമറ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ നിൻ്റെ ക്ലാസ്സിൽ ഇത് റെക്കോർഡ് ചെയ്യണം, റെക്കോർഡൊക്കെ ചെയ്തിട്ട് നീ പിന്നെയും കണ്ടിരുന്ന് പഠിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നീ പൊട്ടിക്കുകയൊന്നും ചെയ്യരുത്, നന്നായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം, കാരണം ഇത് ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങി തന്നെയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം സണ്ണ് പറയുന്നുണ്ട്, എനിക്കിത് ഉപയോഗിക്കാൻ അറിയത്തില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൈ ആണെങ്കിൽ അവനിതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഈ പഠിക്കുന്നതെല്ലാം നമ്മുടെ മാനേജറാണെങ്കിൽ ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. സ്കൈ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മാനേജർ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ക്ലോസ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുവാണേ. അടുത്ത സീനിൽ സണ്ണാണെങ്കിൽ അവൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും അവൻ പുതിയതായിട്ട് 2 പേരെ പരിചയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ സീറ്റിൽ തന്നെ അങ്ങ് പോയി ഇരിക്കുകയാണ്. അത് കഴിയുമ്പോൾ വേറൊരുത്തനാണെങ്കിൽ വന്ന് നമ്മുടെ സണ്ണിൻ്റെ അടുത്ത് വെറുതെ നിന്ന് ചൊറിയുവാണ്. അവനാണെങ്കിൽ പറയുന്നുണ്ടോ, നിന്നെ കണ്ടാലേ അറിയാം നിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല, നീ 1 മാസം തികച്ച് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ വേവ് എന്ന് പറഞ്ഞൊരു ചെറുക്കനെയും കാണിക്കുന്നുണ്ട്. അവനെ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ടീച്ചർ വരുവാണ്. അങ്ങനെ ടീച്ചർ വന്നിട്ട് പറയുന്നുണ്ട്, ഒരു പുതിയ സ്റ്റുഡൻ്റ് ഉണ്ട്, പ്ലീസ് നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടു മറ്റുള്ള ഫ്രണ്ട്സിന് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സണ്ണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അവനാണെങ്കിൽ ആ ഒരു ക്ലാസ്സൊക്കെ റെക്കോർഡ് ചെയ്ത് ആ ഒരു ക്ലാസ് ഫുൾ അങ്ങനെ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് സണ്ണാണെങ്കിൽ അവിടെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും വേറൊരു മറ്റേ വേവ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യനാണെങ്കിൽ വന്നിട്ട് സണ്ണിൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മാനേജർ ആരായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ സണ്ണാണെങ്കിൽ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുവാണ് ആ ചെറുക്കനെ, ഒന്നും പറയുന്നൊന്നുമില്ല. എന്നിട്ട് അവൻ തിരിച്ചു വന്ന് അവൻ്റെ ക്ലാസ്സിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ആ ഒരു ക്യാമറ അവിടെ കാണുന്നില്ല. അവനാണെങ്കിൽ അവൻ അവിടെ എല്ലാം കിടന്ന് നോക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. അങ്ങനെ അവനാണെങ്കിൽ അവിടെ ടോയ്ലറ്റിൽ അങ്ങ് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ടോയ്ലറ്റിൽ കിടക്കുവാണ് കേട്ടോ അവൻ്റെ ആ ഒരു ക്യാമറ. അപ്പോഴത്തേക്കും ഇത് കാണുമ്പോൾ അവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ ആ ടോയ്ലറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട് അവൻ്റെ ആ ഒരു ക്യാമറ എടുത്തിട്ട്. അവനാണെങ്കിൽ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നീ എന്തുവാ ഈ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവനതൊന്നും കേൾക്കുന്നില്ല. അവനാണെങ്കിൽ അങ്ങ് ദേഷ്യം വന്ന് നിൽക്കുവാണ് കേട്ടോ. ഇപ്പോൾ ശരിക്കും നമ്മുടെ സണ്ണിയുടെ മേലിൽ ഇപ്പോൾ അവന് നല്ല ദേഷ്യമുണ്ട്. അടുത്ത സീനിലെ മാനേജറും സണ്ണും കൂടെ സ്കൈയുടെ ആ ഒരു സ്റ്റേജ് ഷോ പെർഫോമൻസ് കാണാനായിട്ട് വന്നിരിക്കുവാണേ. അപ്പം നമ്മുടെ സ്കൈയും നല്ല തകർത്ത് ആക്ട് ചെയ്യുവാണ്. അവൻ്റെ ആ ഒരു പെർഫോമൻസൊക്കെ നന്നായിട്ട് തന്നെ അവിടെ ഇരുന്ന് വാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ സണ്ണും. അതെല്ലാം നന്നായിട്ട് അവൻ നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാനേജർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നമ്മുടെ സണ്ണിൻ്റെ ആ ഒരു പെർഫോമൻസ്, നന്നായിട്ടില്ലേ, സൂപ്പറല്ലേ എന്നൊക്കെ നമ്മുടെ സണ്ണിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സണ്ണും അവനാണെങ്കിൽ അതേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ സണ്ണിൻ്റെ ആ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെടുവാണ്. അപ്പോൾ അടുത്ത സീനിൽ നമ്മുടെ സണ്ണാണെങ്കിൽ ജെയിനെ കാണാനായിട്ട് അവൻ്റെ ആ ഒരു ബാറിലോട്ട് വരുവാണ്. അപ്പോൾ ബാറിൽ വന്നതും ഇപ്രാവശ്യം സെക്യൂരിറ്റീസൊക്കെ അവനെ അകത്തോട്ട് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. മിസ്റ്റർ സോങ് ബാത്ത് അല്ലേ എന്നും പറഞ്ഞ് അവനെ കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ അവൻ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഇപ്രാവശ്യം വേറൊരു ചെറുക്കനെയാണേ കാണുന്നത്. അപ്പോൾ ആ ചെറുക്കൻ പറയുകയാണ്, നിങ്ങൾ കാണേണ്ട ആൾ അവിടെ അല്ല ഇവിടാന്നും പറഞ്ഞ് നമ്മുടെ ആ ഒരു പുതിയ ക്യാരക്ടറിൻ്റെ അടുത്തോട്ട് കൊണ്ട് ചെല്ലുവാണ്. അപ്പം അയാൾ പറയുന്നുണ്ട്, അപ്പോൾ നീയാണോ മിസ്റ്റർ സോങ് ബാത്ത്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ എൻ്റെ ജയുടെ പുറകിൽ ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സണ്ണ് ചോദിക്കുകയാണ്, നിങ്ങളെന്താ അവൻ്റെ ബോഡി ഗാർഡാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, എൻ്റെ ജയനെ പോലുള്ള ഒരാൾക്ക് ബോഡി ഗാർഡിൻ്റെ ഒരു ആവശ്യമുണ്ടെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അയാൾ പറയുകയാണ്, നീ അത്ര സ്പെഷ്യലൊന്നും അല്ലല്ലോ, പിന്നെ നീ എന്ത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ജയുടെ പുറകിൽ ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ സണ്ണ് പറയുകയാണ്, ഞാൻ പൈസ യൂസ് ചെയ്തിട്ടാണെന്ന് ഇങ്ങനെ പറയുകയാണ്.
അപ്പോൾ അയാൾ ചോദിക്കുകയാണ് എത്ര പൈസയാണ് നീ കൊടുത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ് 2 ബാത്ത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഇത് കേട്ടിട്ട് അയാൾ എന്ത് 2 ബാത്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയാണ് എൻ്റെ ജെ ഇതുവരെ ആരുടെ അടുത്തും ഇത്രയധികം ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല, എന്നാൽ നിൻ്റെ അടുത്ത് ഇത്രമാത്രം സ്പെഷ്യൽ നീ പറയാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സണ്ണാണെങ്കിൽ അങ്ങ് ചിരിക്കുകയാണ്. അപ്പം അയാൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ് നിങ്ങളിങ്ങനെ റഫായിട്ട് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം നിങ്ങളൊരു നല്ല ആളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുകയാണ് പക്ഷേ എൻ്റെ ഫുൾ ആക്ടിങ് നീ കണ്ടുപിടിച്ചല്ലോ, എന്തായാലും നീ എൻ്റെ ഇൻ്റർവ്യൂ പാസ്സായിരിക്കും, അതുകൊണ്ട് നീ എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിച്ചോ, അതിന് ഞാൻ ആൻസർ പറയാമെന്ന് പറയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ജെയ്ക്ക് വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ പറയാണ് ഇല്ല, എൻ്റെ ജെയ്ക്ക് ആകെ ഒരേ ഒരു പേരേ ഉള്ളൂ, അത് ജെ എന്നാണ് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് നിനക്കറിയാമോ എൻ്റെ ജെ ഭയങ്കര ഹാൻഡ്സമാണ്, കൈൻഡ് ഹാർട്ടഡ് ആണ്, അതേപോലെ തന്നെ പാവം ഒരു ലിറ്റിൽ ഏഞ്ചലാന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അയാൾ പറയുന്നുണ്ട് അന്ന് നീ പൊക്കോ, നിന്നെ എൻ്റെ ജെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും, പിന്നെ നമ്മളുടെ ഈ ഒരു ടോക്ക് സീക്രട്ട് ആയിരിക്കണമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കാണ് അങ്ങോട്ടേക്ക് ജെ വരുന്നത്. അപ്പോൾ ജെ വന്നിട്ട് ചോദിക്കുകയാണ് എന്ത് സീക്രട്ടാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് എന്ത് സീക്രട്ട്, ഒരു സീക്രട്ടും ഇല്ലല്ലോ, അല്ലെങ്കിൽ തന്നെ നിൻ്റെ അടുത്ത് ഞങ്ങൾ എന്ത് സീക്രട്ട് മറച്ചു വെക്കാനാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഓ അങ്ങനെയാണല്ലേ, ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുകയാണെന്ന് ശരി ഞങ്ങളങ്ങോട്ട് പോകുകയെന്ന് പറയുമ്പോഴത്തേക്കും അയാൾ പറയുന്നുണ്ട് പിന്നെ നീ എന്തിനാ ഈ ഇത്രയും ലേറ്റ് നൈറ്റൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്, നിന്നെ കണ്ട നിൻ്റെ സ്റ്റാഫ് എല്ലാം ലേറ്റ് നൈറ്റ് വരെ വർക്ക് ചെയ്ത് അവർക്ക് ഓവർ ടൈം പേ കൊടുത്ത് ഞാൻ മുടിയുവാന്നൊക്കെ അയാളിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഒരു ഡ്രിങ്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതെൻ്റെ ജെയ്ക്കുള്ളതാണ്, ഇതിൽ നിന്ന് നീ എങ്ങാനും കുടിച്ചാൽ നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് ഇങ്ങനെ സണ്ണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ റൂമിലെത്തിയതിന് ശേഷം അവൻ ചോദിക്കുകയാണ് എന്താ ഓൾഡ് മാൻ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല, അയാൾ ചോദിക്കുമായിരുന്നു ഞാൻ എങ്ങനെയാണ് നിന്നെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമായിരുന്നു എന്ന് പറയാം. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ എന്താ ആൻസർ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അത് പൈസ വെച്ചിട്ടാണ്, 2 ബാത്ത് വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് നീ പറഞ്ഞത് കറക്റ്റാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് സണ്ണ് ചോദിക്കുകയാണ് ഇനി എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് നീ പറയുകയാണെങ്കിൽ ഇന്നത്തെ വർക്ക് ലോഡ് ഞാൻ കുറച്ച് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് വർക്ക് ലോഡോ, പറഞ്ഞാൽ അതെ ഇത് കുറച്ച് മൂവീസാണ്, ഇതെല്ലാം നീ കണ്ടു തീർക്കണം, അതേപോലെ തന്നെ ഇത് കുറച്ച് സ്ക്രിപ്റ്റും കൂടാണ്, അപ്പോൾ ഇതെല്ലാം നീ വായിച്ചും തീർക്കണമെന്ന് പറയണം. അപ്പോൾ അവൻ ചോദിക്കുകയാണ് ഇത് എത്ര നേരം ഞാനിത് ചെയ്യണമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അത് നീ ഇത് ഫിനിഷ് ചെയ്യുന്നവരെ നീ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ് നിങ്ങൾക്കെന്താ വട്ടാണോ എന്ന് ചോദിക്കണം. അപ്പോൾ അവൻ പറയണം അല്ല, നാളെ ഞാൻ നിനക്ക് ഇതിൽ കൂടുതൽ തരുമെന്ന് പറയാണ്. എന്നിട്ട് അതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് ഒരു കിസ് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ സണ്ണിന്. അപ്പോൾ സണ്ണാണെങ്കിൽ അവന് കൊടുത്ത ആ ഒരു മൂവീസും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്, അത് കഴിഞ്ഞ് അവന് കൊടുത്ത ആ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം അവൻ നന്നായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ജെ ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. എന്നാൽ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സണ്ണാണെങ്കിൽ വായിച്ച് അങ്ങ് ഉറങ്ങിപ്പോയേക്കുവാണേ. അങ്ങനെ ഇത് കാണുന്നതും അവനാണെങ്കിൽ നമ്മുടെ ജെ ആണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് വന്നിട്ട് ചെറിയൊരു കിസ് കൊടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ വരും, പിന്നെ കൊടുക്കത്തില്ല കേട്ടോ. എന്നിട്ട് അവൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ എടുത്ത് മാറ്റുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പെട്ടെന്ന് എണീക്കുവാണ്. അങ്ങനെ അവനാണെങ്കിൽ അങ്ങ് ചാടി അങ്ങ് എണീറ്റിട്ട് പറയുകയാണ് നീ എന്താ കാണിക്കുന്നത് മാറാനൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നമ്മുടെ ജയനെ പിടിച്ചങ്ങ് മാറ്റുന്നുണ്ട്. എന്നിട്ട് ജെ ആണെങ്കിൽ നമ്മുടെ സണ്ണിനോട് ചോദിക്കുന്നുണ്ട് നീ ഏതെങ്കിലും ബോയ് ആയിട്ട് ബെഡ് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് നീ എന്തിനാ അതൊക്കെ ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ് അത് ഞാൻ യൂഷ്വലി ടോപ്പാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ എപ്പോഴെങ്കിലും ബോട്ടമായിട്ട് ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അതെ ഒരു പ്രാവശ്യം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ആരാ അത്, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇഷ്ടത്തിലൊന്നും അല്ലായിരുന്നെന്ന് പറയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും ആയിരിക്കത്തില്ലല്ലോ, പിന്നെ നീ എന്തിനാ അയാളുമായിട്ട് ഇങ്ങനെ ബെഡ് ഷെയർ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സണ്ണ് പറയണ നീ ആ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ നിർത്തി, എനിക്ക് വർക്ക് ചെയ്യാനുണ്ടെന്ന് പറയാണ്. അപ്പോൾ ജെ പറയാണ് ഞാനും ഇതുപോലെ ഒരാളുമായിട്ട് സ്ലീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 5 വർഷം മുമ്പ്, ഞാനിപ്പോൾ അയാളെ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണം. അപ്പം ഇത് കേൾക്കുന്നത് സണ്ണ് പറയണം അന്നേ നിനക്ക് അയാളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്ന് ഇങ്ങനെ വിഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നത് അവൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ജലസ് ഒന്നും ആവുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് ഞാനെന്തിനാണ് ജലസ് ആവുന്നത്, അതിന് നമ്മൾ തമ്മിൽ എന്താ ഉള്ളതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അടുത്ത സീനിലാണെങ്കിൽ മാനേജറും സണ്ണും കൂടെ ജിമ്മിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ സണ്ണാണെങ്കിൽ മാനേജറിനോട് സോറിയൊക്കെ പറയും ആ ഒരു ക്യാമറയുടെ കാര്യത്തിൽ. എന്നിട്ട് അവൻ പറയും അത് ഞാൻ എത്രയും പെട്ടെന്ന് ശരിയാക്കുമെന്ന് പറയും. അപ്പോഴത്തേക്കും മാനേജർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പോൾ ക്യാമറയുടെ ആവശ്യം ഇല്ലല്ലോ, അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീ ജിമ്മിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക, ഇവിടെ യാതൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല്, ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മാനേജർ അങ്ങ് പോകുന്നുണ്ട്.
എന്നിട്ട് അവരുടെ ആ ഒരു വർക്കൗട്ട് സെഷനും കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സണ്ണിൻ്റെ അടുത്താണെങ്കിൽ ഒരു ചെറുക്കൻ വന്നിട്ട് നമ്മുടെ സണ്ണിനെ പറ്റിയിട്ട് ഓരോ മോശമൊക്കെ പറയുവാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ എന്നെപ്പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ അതിനുള്ളതെല്ലാം ഞാൻ നിനക്ക് ഇന്നിവിടെ തരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കോച്ചാണെങ്കിൽ ഇവരുടെ ഇടയിൽ കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാൾ പറയുന്നതൊന്നും ഇവൻ കേൾക്കുന്നില്ല. എന്നിട്ട് ഇവർ രണ്ടുപേരും റിങ്ങിൽ കയറുവാണ് ഫൈറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഒരു ചെറുക്കനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ശരിക്കും ഫൈറ്റ് ചെയ്യാൻ പോവാണ്, നീ അവനെ ചെറുതായിട്ടൊന്ന് ഇടിച്ചാൽ പിന്നെ ഇതെല്ലാം നിൻ്റെ തലയിൽ വരും. അത് കാരണം നിൻ്റെ കൂടെയുള്ള നിൻ്റെ മാനേജറിനും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ആയിരിക്കും പ്രശ്നം, നീ ഒന്ന് ആലോചിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും മനസ്സിലാവും കറക്റ്റാണെന്ന്. അങ്ങനെ ഇവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവൻ അടിക്കാനായിട്ട് കൈ ഉണ്ടെങ്കിലും ഇവൻ അടിക്കുന്നില്ല. കാരണം ആ ചെറുക്കൻ പറഞ്ഞ കാര്യം കൊണ്ട് ഇവനാണെങ്കിൽ ഉള്ള അടിയെല്ലാം ഇവൻ തന്നെ കൊള്ളുവാണ് കേട്ടോ. അങ്ങനെ ഇവൻ്റെ ആ ഒരു വയറ്റിലെല്ലാം ഫുള്ള് പാടാവും അങ്ങനെ അടി കൊണ്ട്. അവന് നല്ല വേദനയുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെയുള്ള ആ 2 പയ്യന്മാരാണെങ്കിൽ വന്നിട്ട് സണ്ണിൻ്റെ അടുത്ത് സോറിയൊക്കെ പറയും, ഞങ്ങൾക്ക് നിന്നെ അവിടെ ഹെൽപ്പൊന്നും ചെയ്യാൻ പറ്റിയില്ല, സോറി എന്നൊക്കെ പറയും. അപ്പോൾ അവൻ പറയും കുഴപ്പമില്ല എന്നൊക്കെ പറയും. എന്നിട്ട് അവർ പറയും, നീ വരുന്നുണ്ടോ ഇന്ന് ഞങ്ങളുടെ കൂടെ ഡ്രിങ്ക് ചെയ്യാൻ, നിനക്ക് പറ്റത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം മതി എന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയില്ല, ഓക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഞാൻ വരാമെന്ന് പറയും. അങ്ങനെ അവരാണെങ്കിൽ ചെല്ലുന്നത് നമ്മുടെ ജയയുടെ ആ ഒരു ബാറിലാണേ. അങ്ങനെ അവരാണെങ്കിൽ അതിൻ്റെ അകത്ത് കയറുന്നുണ്ട്. അപ്പോൾ അകത്ത് കയറിയിട്ട് അവർ പറയണു, നമ്മൾ ശരിക്കും ലക്കിയാണ്, ഇത് ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ബാറാണ്, നമുക്കിവിടെ കയറാൻ പറ്റിയത് തന്നെ ഭയങ്കര അത്ഭുതമാണെന്നൊക്കെ പറയാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സൂപ്പർ ആർട്ടിസ്റ്റൊക്കെയാണ് ഇവിടെ വരുന്നതെന്നൊക്കെ അവർ പറയാണ്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ് സണ്ണിൻ്റെ അടുത്ത്, നീ എങ്ങനെയാണ് ഫക്കിൻ്റെ അടുത്ത് ആ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയത്, അതെങ്ങനെയാണ് നീ മാനേജ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം പറയാണ്, നിനക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാണ്. അപ്പോൾ അവൻ പറയാണ്, ഫക്കിനാണെങ്കിൽ എൻ്റെ ബോഡി ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പം അവൻ പറയാണ്, അപ്പം നീ നിൻ്റെ ബോഡി യൂസ് ചെയ്തിട്ടാണോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയാണ്, അതൊന്നും സാരമില്ല, നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ നോർമലാണെന്ന് അവർ പറയാണ്. എന്നിട്ട് അവർ പറയാണ്, നിനക്കൊരു ബാക്കർ ഉണ്ടെങ്കിൽ നീ പിന്നെ പേടിക്കുകയും വേണ്ട, നീ പിന്നെ സൂപ്പർ ഫേമസ് ആയിരിക്കും എന്ന് പറയാണ്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, സണ്ണിനെ പോലെ ആണോ എന്ന് ചോദിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു ഫോൺ വരുവാണ്, അവരുടെ റൂം റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞ്. അപ്പം അവർ പറയുകയാണ്, ബാസാണ് നമ്മുടെ റൂം റെഡി ആയിട്ടുണ്ട്, നമുക്ക് പോകാമെന്നും പറഞ്ഞ് അവരാണെങ്കിൽ അവരുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ റൂമിലോട്ട് കയറുമ്പോൾ അവിടെ അവർ മാത്രമല്ല, വേറെയും കുറച്ച് ആളുകളും കൂടെ ഉണ്ട്. അത് അവരുടെ ബോസൊക്കെ ആണെന്നാണ് തോന്നുന്നത്. എന്നിട്ട് അവർ പറയാണ്, നീയല്ലേ ഡ്രീമിലെ ആ പുതിയ പയ്യൻ, നിന്നെ കാണാനായിട്ട് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. എന്നിട്ട് അതിലൊരാൾ പറയുന്നുണ്ട്, നീ എന്നെ സാറ്റിസ്ഫൈ ചെയ്താൽ നിൻ്റെ ഫ്യൂച്ചർ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സണ്ണിനെ ഇങ്ങോട്ട് അവൻ അയാളുടെ അടുത്തോട്ട് വിളിക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയാണ്, ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് പിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലേ നിൽക്കാൻ പറ്റത്തില്ല, നിന്നെയും നിൻ്റെ മാനേജറിനെയും ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നൊക്കെ പറയാണ്. വേറൊരാളാണെങ്കിൽ വന്നിട്ട് നമ്മുടെ സണ്ണിനെ തോക്കൊക്കെ ചൂണ്ടിയിട്ട് പേടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ ഞങ്ങൾ പറയുന്ന കാര്യം മര്യാദയ്ക്ക് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ മുട്ടുകുത്തി ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അയാൾ പിന്നെയും സണ്ണിൻ്റെ അടുത്ത് പറയാണ്, നീ എൻ്റെ അടുത്തോട്ടേക്ക് വാ, എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വിളിക്കുകയാണ് കേട്ടോ ഇരിക്കാനായിട്ടൊക്കെ. എന്നാൽ അവനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് നല്ല ദേഷ്യം വരുവാണേ. അങ്ങനെ സണ്ണാണെങ്കിൽ അവൻ്റെ ഈ ദേഷ്യം കടിച്ചു പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ എപ്പിസോഡ് 4 എൻഡ് ആവുന്നത്. അപ്പോൾ ബാക്കി ഇനി എന്തൊക്കെയാവും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.